യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരാമരനാപത്തനർത്ഥം എന്നൊക്കെയും കർത്താവ് വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവം തമ്പുരാന്റെ കൃപ. ഹല്ലേലൂയ സ്തോത്രം. അതിനായി എണ്ണി എത്ര തന്നെ സ്തുതിച്ചാലും മതിവരാത്ത രീതി ദൈവം നമ്മെ കരം പിടിച്ച് അനുനിമിഷം നടത്തുന്ന ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലം ആ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു സാക്ഷി തരും. 2025 ആരംഭ മാസത്തിൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അനേകം വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, 2025 തീരുന്നതിന് മുമ്പേ ആ വിഷയത്തിന്റെ മറുപടി നിങ്ങളുടെ കരത്തിൽ ദൈവം തരും. നിങ്ങൾക്ക് ചിലർക്ക് സാക്ഷി പറയുവാനായിട്ട് ഇടയത്തില്ല. നിങ്ങളെ കണ്ണുകൊണ്ട് അത് കണ്ടു എന്ന് പറയുക, നിങ്ങളത് അനുഭവിപ്പ, സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. നിങ്ങൾ ഒറ്റയ്ക്കുള്ള കരച്ചിനകത്ത് വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിലും. കൂടെ ആര് കാണത്തിലായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും കരയുന്നത്, ഒറ്റയ്ക്കായിരിക്കും ദൈവസ്ഥനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയത്തില്ല. കർത്താവിന്റെ ഹൃദയം ചിലതിനകത്ത് പകരുവാനായിട്ട് ഇടയത്തില്ല. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് വലിയൊരു സാക്ഷ്യം വെളിപ്പെടുത്തും. ആമേൻ സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയ വന്നു, താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോടും അറിയിച്ചു. ആമേൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശു കർത്താവിന്റെ കല്ലറയ്ക്കലേക്ക് അതികാലത്ത് മഗ്ദലക്കാരത്തി മറിയയും അവരെല്ലാവരും കൂടെ ചേർന്ന് 3 പേർ ചേർന്ന് ഓടുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കല്ലറയ്ക്കിൽ ചെന്ന് യേശുവിനെ ഒന്ന് കാണണം. അതികാലത്ത് അവർ എഴുന്നേറ്റ് പോകുന്ന ഒരു അനുഭവം, തങ്ങൾ വില കൊടുത്ത് പോകുന്ന ഒരു അനുഭവത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ കല്ലറയ്ക്കൽ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യേശു കർത്താവിനെ കല്ലറയ്ക്കൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. അവരെ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് കടന്നു പോയിട്ട് അവർ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനെ എവിടെ വച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് ചെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ പത്രോസും മറ്റു ശിഷ്യനും എന്ത് ചെയ്യുന്നു, പുറപ്പെട്ടു അവരുടെ അടുക്കിലേക്ക്, ആ കല്ലറയ്ക്ക് അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റു ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്ക് എത്തി. പക്ഷേ അവിടെ കുരിഞ്ഞു നോക്കിയിട്ട് മറ്റൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. ശീലകൾ കിടക്കുന്നത് കണ്ടോ, അകത്ത് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയ്ക്ക് കടന്നു. ശീലകൾ കിടക്കുന്നു അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാനും ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഈ ഒരു അനുഭവത്തെ കണ്ട ശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിനെ കണ്ടില്ല എന്ന വർത്തമാനം കേട്ട കല്ലറയ്ക്കൽ അവർ ഓടി വരുവാനായിട്ട് ഇടയെത്തുന്നത്. പക്ഷെ യേശുവിനെ കാണുവാനായിട്ട് കഴിയാതെ അവരെന്ത് ചെയ്യുന്നു, തിരിച്ചു മടങ്ങി പോകുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അതിന്റെ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്തു കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടെ അവൾ കല്ലറയ്ക്കിൽ കുനിഞ്ഞു നോക്കി. ഇവിടെ ആ ശിഷ്യന്മാർ തന്റെ വീട്ടിലേക്ക് കടന്നു മടങ്ങിപ്പോയപ്പോഴും വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, കല്ലറയ്ക്കിൽ ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയെ അവിടെ കാണുവാൻ
കാണുവാൻ സാധിക്കുന്നു. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി. അപ്പൊ കരയുന്നതിനിടയിൽ അവൾ നോക്കുന്നുണ്ട് യേശു കർത്താവിനെ കാണുന്നതിനുള്ള ആകാംക്ഷയുടെ ആഗ്രഹത്തോട്. അവളോട് ഒറ്റ ആഗ്രഹമായിരുന്നു, യേശുവിനെ ഒന്ന് കാണാം, യേശു കർത്താവിനെ ഒന്ന് ശുശ്രൂഷിക്കണം. ഈ ഒരു ആഗ്രഹത്തോട് കൂടിയാണ് അവൾ എന്ത് ചെയ്യുന്ന, കല്ലറയ്ക്ക് വന്ന് നിന്റെ ആഗ്രഹത്തെ കാണുന്ന, നിന്റെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ വില കൊടുത്ത് ചില ആഗ്രഹങ്ങൾ നേടുവാൻ ദൈവസേനയിൽ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ എന്താണ് ആഗ്രഹിച്ച് ചിലയിടത്ത് കടന്നു വന്നത്, നീ കടന്നു പോകുമ്പോൾ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ദൈവം നിന്റെ ജീവിതത്തെ തരുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ ഒറ്റയ്ക്ക് അവൾ എന്ത് ചെയ്യുന്നു, മറ്റൊന്നിനെ നോക്കുന്നില്ല. അവൾ ചെയ്യുന്ന ഒറ്റ കാര്യമുണ്ട്, അവൾ കരയുന്നുണ്ട്, അവൾ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കുന്നുണ്ട് തന്റെ കർത്താവിനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന്. യേശുവിന്റെ ശരീരം കിടന്നയിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവിടെ ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോയി. നമുക്ക് കാണുവാൻ പറഞ്ഞല്ലോ, ശീലകൾ കിടക്കുന്ന തലയിൽ റൂമാ ചുറ്റിരുന്നതൊക്കെ കാണുവാനായിട്ട് കഴിഞ്ഞുവെങ്കിലാ അവിടെ മറ്റൊന്നും കണ്ടില്ല. അവിടെ തുടങ്ങിയ കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന മാർത്തയുടെ ജീവിതത്തിനകത്ത് വിടുന്ന ദൈവം അയക്കുന്ന വിടുതലുകളെ അവിടെ തൊട്ട് തുടങ്ങുകയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആർക്കും കാണാൻ പറ്റാത്ത ഇരുന്ന ഒരു അനുഭവത്തിനകത്ത് കല്ലറയ്ക്ക് 2 പേർ അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ ശരീരം കിടന്നയിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നു. അവിടെ 2 ദൂതന്മാരെ എന്ത് ചെയ്യുന്നു, കാണുവാനുള്ള ഒരു തുടക്കം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരും കാണാത്ത ഒരു വിസിറ്റിങ്ങിന്റെ ദൂതന്മാരുടെ വിസിറ്റിങ് അവിടെ എന്ത് ചെയ്യുന്നു, മറിയയ്ക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവന് എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തിനാ കരയുന്നത് എന്ന്. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് അവർ പിന്നോക്ക് തിരിഞ്ഞു. യേശു നിൽക്കുന്ന കണ്ട് യേശു എന്ന് അറിഞ്ഞില്ല താനും. അപ്പൊ തൊട്ടു പിന്നാലെ ഇവൾ കരഞ്ഞു നിന്ന വിഷയത്തിന്റെ മറുപടി നിൽക്കുന്നുണ്ട്. അവൾ അത് അറിയുന്നില്ല, അവൾ അത് കാണുന്നില്ല. അവൾ പറയുന്നുണ്ട്, അവൾ പിന്നോക്ക് തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ട് യേശു എന്ന് അറിയാതെ യേശു അവളോട് ചോദിക്കുക, സ്ത്രീ എന്നേരെ കരയുന്നത്. യേശു അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്തിനാ കരയുന്നത്? പ്രിയ ദൈവപൈതലേ, സ്തോത്രം. നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എങ്കിലും കരയുന്ന ഒരു ദൈവ പൈതന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് വരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന് മാറി നിൽക്കാനായിട്ട് കഴിയില്ല. കർത്താവ് എത്ര മറഞ്ഞിരിക്കുവാൻ നോക്കിയാലും നിന്റെ കരച്ചിന്റെ മുമ്പാകെ കർത്താവ് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നിന്റെ കരച്ചില് മറഞ്ഞിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒന്നത്രേ. അങ്ങനെയൊക്കെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ മറയപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കാം. നീ ഒറ്റയ്ക്കിരുന്ന് കരയുവാൻ, നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് ആ മറകളെ മാറ്റി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ സ്തോത്രം. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരിക്കാം. നീ ഒറ്റയ്ക്കായിരിക്കാം. നിന്നെ സഹായിക്കുവാൻ, നിന്റെ കരയേണ്ടത് പറയുവാൻ ചിലപ്പോ ആരും കാണത്തില്ലായിരിക്കാം. നീ ഒറ്റയ്ക്ക് വില കൊടുത്ത് കരയുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ചില മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക, ചില മറുപടികൾ കാണണമെന്നുള്ള ആഗ്രഹത്തോടും പ്രതീക്ഷയോടും നീ നിൽക്കുവാൻ തയ്യാറാകുന്നുവെക്ക് ചില മറകളെ മാറ്റിയിട്ട് ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഹല്ലേലൂയ നിന്റെ മുമ്പാകെ വെളിപ്പെടുവാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, നിന്റെ കരച്ചിന്റെ മുമ്പേ മറുപടികൾക്ക് മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ ചിലതിനെ പ്രാർത്ഥനയുടെ മറുപടികൾ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് യേശു അവൾ പിന്നോക്ക തിരിഞ്ഞ് യേശു നിൽക്കുന്ന കണ്ട് യേശു എന്ന് അറിഞ്ഞില്ല. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. യേശു അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരെയാ തിരയുന്നത്? നീ അധികാലത്ത് വന്നല്ലോ, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ ആരെയാ തിരയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ പറഞ്ഞു, യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വച്ചു എന്ന് എന്നോട് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അവളുടെ ഒരു ദയനീയമായ അവസ്ഥയെ, നിസ്സഹായതയുടെ അനുഭവത്തിൽ, അവളുടെ വേദനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവനെ എടുത്തുകൊണ്ടുപോയി. ഒരു തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് പറയണം, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. കാരണം യേശുവിനെ കൊണ്ടല്ലാതെ പോകത്തില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോടെ
എന്നുള്ള ഒരു ചിന്തയോട് കൂടെ അവിടെ നിന്ന് കരയുന്ന മറിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നിന്റെ ആഗ്രഹം എന്താണ്? സ്തോത്രം. ഈ പകൽക്കാലം അതിനെ നിറവേറ്റി തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആരോട് ചിലപ്പോൾ പറയാൻ കാണത്തില്ലായിരിക്കും, പക്ഷെ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവൻ എവിടെ വച്ചു എന്ന് എന്നോടൊന്ന് പറഞ്ഞു തരിക. സ്തോത്രം. നീ വേറെ ഒന്നും ചെയ്യേണ്ട, നീ എവിടെയാ അവനെ വച്ചത് എന്ന് എന്നോട് ഒരു കാര്യം മാത്രം പറഞ്ഞു തന്നാൽ മതി, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. ഈ പറഞ്ഞ അനുഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അനുഭവത്തിൽ നിന്ന് ആ ശബ്ദത്തെ മാറ്റിയിട്ട്, ആ സ്വരൂപത്തെ മാറ്റിയിട്ട് യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ഒരു വാക്കിനകത്ത് അവിടെ എന്ത് ചെയ്യുന്നു? താൻ തിരഞ്ഞു നിന്ന, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചു നിന്ന, താൻ ആരെ കാണണമെന്ന പ്രതീക്ഷയോടെയാണ് നിന്ന, അത് വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൾ അവിടെ ഉള്ളിൽ അത് മനസ്സിലാക്കുവാൻ, അത് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുന്നു, അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അവിടെ ദുഃഖത്തിന്റെയും അവിടെ കരച്ചിന്റെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടന്റെ നടുവിൽ നിന്നൊക്കെയുള്ള അനുഭവത്തിൽ നിന്നപ്പോ യേശു കർത്താവ് അവിടെ മുമ്പാകെ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയെത്തുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്റെ ഒറ്റയ്ക്കുള്ള കരച്ചിന്റെയും നിലവിളുടെയും പ്രാർത്ഥനയുടെയും ഹല്ലേലൂയ വേദനയുടെ മധ്യത്തിൽ യേശു കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. യേശു കർത്താവ് നിന്റെ മുമ്പാകെ വരും. യേശു കർത്താവ് നിന്നെ സമാധാനിപ്പിക്കുക. യേശു കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയെത്തുക. യേശു കർത്താവ് നിന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്തുള്ള ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു എന്ന് അറിഞ്ഞിട്ട് യേശുവിനെ അവൾ തൊടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എന്റെ സഹോദരന്റെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മറിയയുടെ ജീവിതത്തിനകത്ത് എന്റെ കർത്താവിന്റെ ഹൃദയത്തിനകത്തുള്ള അടുത്ത പ്ലാനിങ്, എനിക്ക് ദൈവം കർത്താവിനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്ന അടുത്തൊരു പ്ലാനിങ്ങിനെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവം, ഒരു ദൗത്യത്തെ കൈമാറുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെയിൻ ടോപ്പിക് ഇതത്രേ. സ്തോത്രം. നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന വ്യക്തിയായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. ആരോട് കൈമാറാത്ത ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നതിനെ നിന്നോട് ദൈവം കൈമാറുവാനായിട്ട് ഇടയത്തിന് ചില ദൗത്യങ്ങൾ ഹല്ലേലൂയ കർത്താവ് നിന്നോട് കൈമാറുവാൻ, ആരോടും പറയാത്ത ദൗത്യങ്ങൾ, അല്ലെങ്കിൽ ആർക്കും ഏൽപ്പിക്കപ്പെടാത്ത, ആരുടെയും കരത്തിൽ ഏൽപ്പിക്കാത്ത ചില ദൗത്യങ്ങൾ ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതന്റെ മേൽ ദൈവം പകരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ശിഷ്യന്മാരെ വിളിച്ചു കൊണ്ടുവരുവാനോ ഇല്ലെങ്കിൽ അവരോടത്ത് ഞാൻ ഇത് പറയാമെന്നല്ല, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഹല്ലേലൂയ മറിയരടുത്ത് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ചെന്ന് പറയുക, എന്റെ അടുത്ത പ്ലാനിങ് ഞാൻ കടന്നു പോകാൻ പോകുക എന്റെ പിതാവിന്റെ അടുക്കിലേക്ക്. നീ ചെന്ന് അവരോട് പറയുക. ഹല്ലേലൂയ. ചില ദൗത്യ നിർവഹണങ്ങൾ അവളെ ഏൽപ്പിക്കുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നിന്റെ മേൽ ആർക്കും കൊടുക്കാത്ത ചില ദൗത്യങ്ങൾ കർത്താവ് നിന്റെ മേൽ പരമേൽപ്പിക്കുവാനായിട്ട് ഇടയെത്തിരും. ആരുടെ മേലും ഏൽപ്പിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്നെ പരമേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. സ്തോത്രം. വെറുതെ കർത്താവ് നിന്നെ വിടുകയില്ല. നീ വെറുതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നീ മടങ്ങി മറ്റൊരു അടുക്കിലേക്ക് കടന്നു പോകുവാനായിട്ട് ദൈവം ഇടയാകത്തില്ല. നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? നീ മടങ്ങിപ്പോകുമ്പോ നിന്റെ കരത്തിൽ ദൈവം മറുപടി തരുവാനായിട്ട് ഇടയെത്തിനോ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, മഗ്ദലക്കാരത്തി മറിയ വന്നു താൻ കർത്താവിനെ കണ്ടു എന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോടും അറിയിച്ചു. അതേ, കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്നും കർത്താവോട് സംസാരിച്ചു എന്നും ആദ്യമായിട്ട് അവൾക്ക് പറയുവാൻ, ശിഷ്യന്മാരോട് പറയുവാൻ ദൈവം അവൾക്ക് അവസരം കൊടുത്തു. അവിടെ ജീവിതത്തിനകത്ത് ഒരു സാക്ഷ്യം കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതൽ
പൈതലെ ഈ പകൽക്കാലം മനസ്സിലാക്കാം. നീ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ ഹല്ലേലൂയ പലരും നിന്നെ കണ്ടിട്ട് പോകുന്നുണ്ടായിരിക്കാം, പലരും നിന്റെ കരച്ചിൽ കാണുന്നുണ്ടായിരിക്കാം. എന്നിട്ട് അവർ മറികടന്നു പോകുമ്പോ നീ എഴുന്നേറ്റ് പോകുമ്പോ ഹല്ലേലൂയ നീ ഒറ്റയ്ക്ക് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിരാശപ്പെട്ടു പോകാൻ നീ അനുവദിക്കത്തില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് കടന്നു വെറുതെ പോകാൻ ഇടയാക്കത്തില്ല. നീ കരഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടി ഇരുന്നോ അതിന്റെ മറുപടി കണ്ടു എന്ന് പറയത്തക്ക രീതി ഹല്ലേലൂയ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. മറിയ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥനയുടെ മറുപടി കാണാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് നീ ചിലത് കാണും. ഹല്ലേലൂയ നീ വെറുതെ പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എവിടെയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുവോ അവിടെ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് മറുപടിയെ വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്ര യേശുവിന്റെ നാമത്തിൽ. നീ വെറുതെ ചെല്ലുന്നത് നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം, പക്ഷെ ദൈവം നിന്റെ തല കുനിക്കത്തില്ല. ഹല്ലേലൂയ നീ വില കൊടുത്ത് കർത്താവിന്റെ സനയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മറുപടി തരുന്ന ഒരു കർത്താവുണ്ട്. ചില ഭാഗ്യ പദവികൾ കർത്താവ് നിന്റെ മേൽ തരും. ചില ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ കർത്താവ് നിന്നെ ഫലമേൽപ്പിക്കും. ഹല്ലേലൂയ കൂടെ നടന്ന ശിഷ്യന്മാരാണ്, എന്നാൽ അവർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം യേശു കർത്താവിനെ ആരംഭത്തിൽ കാണുവാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു കർത്താവിനോട് സംസാരിക്കുവാനുള്ള ഒരു ഭാഗ്യ പദവി ലഭിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ മക്തലക്കാരത്തിൽ മറിയായിരുന്നു. ആ മറിയയാണ് ഹല്ലേലൂയ അവിടെ ചെന്ന് അവരോട് പറയുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ചില ആർക്കും ലഭിക്കാത്ത ചില പദവികൾ ഹല്ലേലൂയ, ചില ദൗത്യങ്ങൾ ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ദൈവ പൈതൽ മേൽ ദൈവം പകരുവാനായിട്ട് ഇടയായി തീരും. നിന്റെ കരച്ചിൽ വൃതമായി തീരത്തില്ല. ഹല്ലേലൂയ നിന്റെ കരച്ചിൽ പാഴായി പോകാൻ ദൈവം അനുവദിത്തില്ല. നിന്റെ കരച്ചിന് മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ നീ വില കൊടുത്ത് കർത്താവിന്റെ സന്നി വന്നിരുന്ന് കരയുന്നില്ലേ, അതിന് സ്വർഗം അങ്ങ് സീല് വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ചില ചരിത്രങ്ങളിൽ നിന്റെ പേര് കൂടെ എഴുതി ചേർക്കത്തക്ക രീതി കർത്താവ് ചിലത് അങ്ങ് ചേർക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നീ ചെന്ന് ശിഷ്യന്മാരോട് പറക. ഹല്ലേലൂയ ശിഷ്യന്മാർ കൂടെ നടന്നതാ, എന്നാ ഒന്നും കാണാതെ ഓടി അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുവാനായിട്ട് ഇടയെത്തുന്നപ്പോ ആ ശിഷ്യന്മാരോട് യേശുവിനെ കണ്ടു എന്ന് പറയുവാനുള്ള ഒരു ദൗത്യ നിർവഹണത്തെ മറിയയുടെ മേൽ ഏൽപ്പിച്ചുവെങ്കിൽ ഈ രാത്രി പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചിലതിനോട് കർത്താവ് നീ കർത്താവിനെ കണ്ടുവെന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു എന്ന് പറയുവാനുള്ള ചില ദൗത്യങ്ങളെ കർത്താവ് നിന്റെ മേൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുക. നിന്റെ കരച്ചിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ എന്റെ കർത്താവ് നിന്നെ വെറുതെ വിടുകയില്ല. സ്തോത്ര. 2024 നീ ഒത്തിരി വിഷയത്തിന് വേണ്ടി കരഞ്ഞ വ്യക്തിയായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു കാണുമായിരിക്കാം, നീ ക്ഷീണിച്ച് കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, 2025 ആരംഭത്തിൽ അതിനൊക്കെ മറുപടി കിട്ടി എന്ന് പറയത്തക്ക രീതി അതിന്റെ മറുപടി ഞാൻ കണ്ടു എന്ന് പറയുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഒരു സാക്ഷ്യത്തെ വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. നിന്റെ കൂടെ ഇരുന്ന് കരഞ്ഞവർ ഒത്തിരി പേര് കാണുമായിരിക്കാം, കൂടെ വന്നവർ കാണുമായിരിക്കാം. എല്ലാരും ഓടിപ്പോഴപ്പോഴും നീ എണീറ്റ് പോകാതെ ഇരുന്ന് കരഞ്ഞില്ലേ 2024 ലാസ്റ്റ് വരെയും? എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊട്ടെ. അങ്ങനെ ഈ പ്രാരംഭ മാസത്തിൽ ഞാൻ പറയട്ടെ, നീ എന്തിനു വേണ്ടി ദൈവസേന 2024 കരഞ്ഞുവോ അതിന്റെ മറുപടി നീ കാണും. ഹല്ലേലൂയ 2025 ആരംഭത്തിൽ നീ ചിലത് കണ്ടു എന്ന് പറയും. ഹല്ലേലൂയ നിന്റെ നാവി നിന്ന് തന്നെ ഹല്ലേലൂയ നിന്റെ നീ ഏത് കണ്ണുകൊണ്ട് കരഞ്ഞോ ആ കണ്ണുകൊണ്ട് തന്നെ ചില മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നത് ഹല്ലേലൂയ നീ കാണുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ പ്രിയ ദൈവപൈതലേ, നിന്റെ കരച്ചിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ നീ കരയുന്ന വ്യക്തിയാണോ ദൈവസേനയിൽ ഇരുന്ന്? ഹല്ലേലൂയ നിന്റെ കരച്ചിന് മറുപടിയുണ്ട്, നിന്റെ കരച്ചിന് പ്രതിഫലം ഉണ്ട് എന്ന കാര്യം ഈ പകൽക്കാലം മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 1-ാമത്തെയും 27-ാം വാക്യത്തിൽ അവിടെ ഒരു സാക്ഷ്യം കാണുവാൻ സാധിക്കുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇവിടെ ഹന്ന പറയുന്ന ഒരു സാക്ഷ്യം അവിടെ ഞാൻ പറയുവാനായിട്ട് ഇടയെത്തുന്നു. യേശു കർത്താവ് ഒരു ദൗത്യ നിർവഹണം മറിയയ്ക്ക് ഏൽപ്പിക്കുകയാണ്, ശിഷ്യന്മാരോട് ചെന്ന് പറയുവാനായിട്ട്. കരഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ നമുക്ക് കാണുവാൻ കരഞ്ഞ് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച ഹല്ലേലൂയ ഹന്ന
പുരോഹിതന്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് ഒരു സാക്ഷി പറയുന്നുണ്ട്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയുടെ അപേക്ഷിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ സ്തോത്രം, ഈ പകൽക്കാലം ഞാൻ പറഞ്ഞല്ലേ സ്തോത്രം, നിന്റെ ഒറ്റയ്ക്കുള്ള കരച്ചിലും പ്രാർത്ഥനയ്ക്കും വളരെയധികം വലിയ സാക്ഷ്യങ്ങൾ ഉളവാക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാക്ഷ്യങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. കരച്ചിലും പ്രാർത്ഥനയും കാത്തിരിപ്പൊക്കെ നമുക്ക് വേദന ഉളവാക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ. ഒത്തിരി നിരാശകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷേ അതിനകത്തുനിന്ന് ഉളവാക്കുന്ന സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ ഏറ്റവും വലുതായിരിക്കാം. മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്തത് ആയിരിക്കാം അതിൽ കൂടി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. നിന്നെ ഒറ്റയ്ക്കിരുത്തി ദൈവം കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവ് നിന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്നിൽ നിന്നൊരു സാക്ഷ്യം ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാനായിട്ടുണ്ട്. ഈ പകൽക്കാലം ഹല്ലേലൂയ ചില നിർബന്ധ മുഖാന്തരമായിരിക്കാം നീ ഇരുന്ന് കരയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ചില നിർബന്ധ മുഖാന്തരമായിരിക്കാം നീ പ്രാർത്ഥന റൂമിനകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ നിന്റെ മേൽ കൂടെ ഒരു വലിയൊരു സാക്ഷ്യത്തെ പുറത്തു കൊണ്ടുവരുക, ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുക, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹന്ന ദൈവസനി കരയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ വളരെയധികം കരഞ്ഞു, അവൾ പട്ടിണി കിടന്നു. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, അവൾ വളരെ കരഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഇങ്ങനെ യഹോവയുടെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു, ദൈവസന്നിധി തീരുമാനമെടുത്തു, നേർച്ച നേരുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഏലി അവളുടെ വായി സൂക്ഷിച്ചു നോക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാ അവിടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. സ്തോത്രം. അപ്പൊ അവിടെ ഹൃദയം ദൈവസന്നിധിയിൽ അവൾ പകർന്നുകൊണ്ടിരിക്കുക, അവിടെ വേദന ഇറക്കി വയ്ക്കുക. അവൾ വേദന ഇറക്കി വയ്ക്കുവാനായിട്ട് മറ്റൊരിടം ഇല്ല. ഹല്ലേലൂയ. അവൾക്ക് വേണമെങ്കിൽ അവളെ സമാധാനിപ്പിച്ച എൽക്കാനയുടെ അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ അവൾക്ക് അവിടെ വേദന ഇറക്കി വയ്ക്കാം. അവന്റെ മടിയിൽ കിടന്ന് അല്ലെങ്കിൽ അവളെ അവന്റെ മാറോട് ചേർന്ന് നിന്നുകെട്ട് അവളുടെ സങ്കടത്തെ അവിടെ ഇറക്കി വയ്ക്കാം. പക്ഷെ അതല്ല ചെയ്തത്. അവൾ ആലയത്തിലേക്ക് കടന്നു പോയിട്ട് അവിടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരുക. ആരോടും നിന്റെ ഹൃദയത്തെ പകരുവാൻ നിനക്ക് കഴിയില്ലായിരിക്കാം. എന്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ ആരോട് ഇറക്കി വയ്ക്കുമെന്നുള്ള ചോദ്യം നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം കടന്നു വരുന്നുണ്ടായിരിക്കാം. എന്റെ വിഷയത്തെ കാണുക, എന്റെ വിഷയത്തിന്റെ വേദന മനസ്സിലാക്കുക, എന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുക, എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള നെടുവീർപ്പ് നിന്റെ ജീവിതത്തിനകത്ത് ഉന്നയിച്ച് കടന്നു വരുമ്പോ ഞാൻ ഈ രാത്രി പകൽക്കാലം പറയട്ടെ, നിന്റെ വിഷയത്തെ ഇറക്കി വയ്ക്കുക. നിനക്കൊരു കർത്താവുണ്ട്. സ്തോത്രം. ആ യേശു കർത്താവിന്റെ മുമ്പാകെ നിന്റെ ഹൃദയത്തെ ഒന്ന് ഇറക്കി വയ്ക്കുക. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു. അവള് ഹൃദയത്തെ പകർന്നുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുകയല്ല. അവിടെ ഹൃദയവും കർത്താവും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, ഒരു കൂട്ടിമുട്ടലിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയാ പ്രിയ ദൈവ പൈതലെ വലിയ വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കാം. സ്തോത്ര. നാം പറയാറില്ലേ, പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞാൻ കരയാൻ മാത്രം. നീ കരഞ്ഞാ മതി. സ്തോത്രം. നിന്റെ കരച്ചിനകത്ത് എല്ലാം ഉണ്ട്. സ്തോത്രം. നിന്റെ കരച്ചിന്റെ ആഴം, അല്ലെങ്കിൽ നീ എന്തിനു വേണ്ടി കരയുന്നെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ കരഞ്ഞിട്ട് വെറുതെ എഴുന്നേറ്റ് പലപ്പോഴും പോകാറില്ലേ? സ്തോത്ര. എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കരച്ചിന്റെ അകത്ത് നിന്റെ ഉള്ളിൽ കൂടി എന്തെല്ലാം കടന്നു പോയെന്ന് നിന്റെ ആ ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിഞ്ഞ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവമാണ് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ ഒപ്പിയെടുക്കുന്ന സർവശക്തനായ ദൈവം. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്ന തിര പോലെ ആഞ്ഞടിച്ചു പൊങ്ങി വരുന്ന, എത്ര തന്നെ നീ ഒതുക്കുവാൻ നോക്കിയിട്ട് ഒതുക്കുവാൻ കഴിയാതെ പ്രശ്നങ്ങൾ നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ചില തിരമാലകൾ
കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് മാറിപ്പോകുകയില്ല. ആ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ തരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചു. നമുക്ക് ഈ നാളുകളെ ഹൃദയം കൊണ്ട് സംസാരിക്കുവാനായിട്ട് കഴിയണം കർത്താവിനോട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയവും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഈ പകൽക്കാലം നമ്മുടെ ഹൃദയം എവിടെയെങ്കിലും അകന്നു മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടിബന്ധത്തിലേക്ക്, ഒരു എൻകൗണ്ടറിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവവുമായിട്ട് ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കണം, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മമണ്ഡലം തുറക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. പ്രിയ ദൈവത്തിലെ നിന്റെ ഹൃദയത്തെ ഹല്ലേലൂയ സ്തോത്ര കർത്താവിന്റെ സന്നിധി, അതുകൊണ്ട് വചനത്തിൽ നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്താവിന്റെ സന്നിധി പകരുക. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. പുറമേയുള്ള ആഗ്രഹത്തെ അല്ല പറയും, നിന്റെ ഹൃദയത്തെ ആഗ്രഹത്തെ. എന്റെ ജീവിതത്തിനകത്ത് ആ ഒരു വിടുതൽ നടന്നിരുന്നുവെക്ക്, എന്റെ തലമുറകളുടെ മേൽ ഒരു വിടുതൽ നടന്നിരുന്നുവെക്ക്, എന്റെ ശുശ്രൂഷ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്ന ചില അത് എല്ലാം നാം പുറമെ പറയണമെന്നില്ല. ഹൃദയത്തിനകത്ത് ഒതുക്കി നടക്കുന്ന ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഹൃദയത്തിനകത്ത് ഒതുക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. സ്തോത്രം. ആരോട് പറയാതെ ആ ഹൃദയത്തിനകത്ത് നീ കൊണ്ട് നടക്കുന്ന വിഷയങ്ങളെ നീ ദൈവസനിൽ ഇരുന്നിട്ട് കർത്താവിന്റെ സനിലേക്ക് ഒന്ന് പകരപ്പെടാൻ തയ്യാറാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആരോടും പറയണ്ട നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന്. നീ കർത്താവിന്റെ സന്നിധിയിലൊന്ന് പറ, അപ്പ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇതാണ്. ഹല്ലേലൂയ. മുമ്പിൽ സാഹചര്യങ്ങൾ കാണത്തില്ലായിരിക്കാം, സാധ്യതകൾ കാണത്തില്ലായിരിക്കാം, പ്രതീക്ഷയ്ക്കുള്ള യാതൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ ആ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിത്തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവുമായിട്ട് നീ നടക്കുന്നില്ലേ? ഈ പകൽക്കാല കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ഈ പകൽക്കാലം നടക്കുവാനായിട്ട് ഇടയത്തിരും. അവൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ അതരം അനങ്ങില്ല, ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾ ഏലിക്ക് തോന്നുവാനായിട്ട് ഇടയത്തിരുന്നു. അവൾ ലഹരി പിടിച്ചിരിക്കുന്നു ഏലിക്ക് തോന്നി. ഏലി അവളോട് നീ ഇത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു, വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് പുരോഹിതന് പോലും അവിടെ അവസ്ഥയെ, അവളുടെ ദയനീയ അവസ്ഥയെ, അവിടെ വേദനയെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനെ ഹന്ന ഉത്തരം പറഞ്ഞു, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധി എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. പ്രിയ ദൈവ പൈതലേ, അവൾ ദൈവസന്നിധി അവളുടെ ഹൃദയത്തെ പകർന്നു. അതുപോലെ ഈ പകൽക്കാലം നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ വ്യസനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്തോ ആയിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലൊന്ന് പകരാൻ നിനക്ക് കഴിയുമോ? ഓ റബസിഖലബ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം ആര് ഹൃദയത്തെ ദൈവസനെ പകരുവാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിനകത്ത് ഒരു സാക്ഷ്യത്തെ ദൈവം തരും. യേശുവിന്റെ നാമത്തിൽ നീ ദൈവസനെ നിന്റെ ഹൃദയത്തെ പകർന്നിട്ടോ അത് വ്രതമായി തീരത്തില്ല. ചില സാക്ഷ്യങ്ങൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നിന്നെ ലജ്ജിപ്പിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ ഇതിനു വേണ്ടി എത്രയും ഞാൻ കരഞ്ഞത്, ഈ വിഷയത്തിന് വേണ്ടി എത്രയും ഞാൻ എന്റെ ദൈവത്തിന്റെ ഹൃദയത്തെ പകർന്നത്, ഇതായിരുന്നു എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്ന് പറയത്തക്ക രീതിയിൽ ചില അടയാളങ്ങളെ കർത്താവ് നിന്റെ കരത്തിൽ തരുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ കരഞ്ഞു, അവൾ എങ്ങനെയൊക്കെ ദൈവസനെ പ്രാർത്ഥിച്ചു, അവൾ എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ചു, അവിടെ മുഖം പിന്നെ വാടിയില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയെ ദൈവം അവളെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നിന്നുള്ള തുടർന്നുള്ള ഭാഗത്തും കടന്നു വരുമ്പോ തുടർന്ന് അവൾ എന്ത് ചെയ്യുന്നു, അവൾ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞ ഭാഗം സാക്ഷ്യം കാണുവാൻ സാധിക്കുന്നത്. അവൾ ദേവാലയത്തിൽ കുഞ്ഞുമായി കടന്നു വന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവനോട് പറഞ്ഞത്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഏലി പുരോഹിതന്റെ അടുത്താണ് അവൾ നിന്ന് പ്രാർത്ഥിച്ചതെങ്കിലും അവളെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഒരു മറുപടി കൊടുത്തു.
ഇന്ന് നീ മറ്റുള്ളവരുടെ പരിഹാസത്തിന് മുക്തി തളർന്നു പോകാതെ നിന്റെ ഹൃദയത്തെ ദൈവസനി പകരുവാൻ നീ തയ്യാറാക്കുന്നുവെങ്കിൽ വ്യക്തമായി നിന്റെ തോന്നലിൽ ചെന്ന് നിന്ന് സാക്ഷ്യം പറയുവാനല്ല, വ്യക്തമായി ഇന്ന വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന വിഷയത്തിന് വേണ്ടി ഞാൻ ഹൃദയത്തെ ദൈവസനി പകർന്നു, ഇതാ ആ മറുപടി എന്ന് പറയത്തക്ക രീതിയിൽ വ്യക്തമായ ചില അടയാളങ്ങളെ, ചില മറുപടികളെ സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിൽ തരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്നൊരു തോന്നലല്ല, അതെ, ഇതിനു വേണ്ടി ഞാൻ കരഞ്ഞു, ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഇത് കണ്ടു. ഹല്ലേലൂയ. ചിലരുടെ മുമ്പാകെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ, ഓ ജീസസ്, ഹല്ലേലൂയ, അവളുടെ ഹൃദയത്തെ ദൈവസനിൽ പകർന്നു. അവൾ കരഞ്ഞു, ശബ്ദം കേട്ടില്ല, അവർക്കൊന്നും കാണാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാ ഏലി അവളെ പരിഹസിച്ചത്. പക്ഷേ അടുത്ത മറുപടിയായിട്ട് ചെന്നപ്പോ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒന്ന് കൊടുത്തു. ഇന്ന് നീ കരയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും നിന്റെ കരച്ചിന്റെ മറുപടിയെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഒരു സാക്ഷ്യമായിട്ട് ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് കരച്ചിൽ പലർക്കും പരിഹാസം നിന്നെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിലും നിന്റെ കരച്ചിന് മറുപടി ഉണ്ട്. നിനക്ക് സാക്ഷ്യം പറയുവാനായിട്ട് കഴിയും പ്രിയ കുഞ്ഞെ. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട, നീ നിരാശപ്പെട്ടു പോകണ്ട. സ്തോത്രം. ഇനി നീ കരയണ്ട എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ മറുപടി ഉണ്ട്. അവിടെ കാണുന്നു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അവൾ എന്താണ് ദൈവത്തോട് അപേക്ഷ കഴിച്ചത്, അതെനിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നീ എന്താണ് ദൈവസനിൽ അപേക്ഷയായിട്ട് നിന്റെ ഹൃദയത്തെ പകർന്നുകൊണ്ട് ദൈവസനിൽ കൊടുക്കുന്നത്, അതിനെ നൽകുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. മരിച്ചതിനെ ഉയർപ്പിക്കുന്ന കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്. ഈ പകൽക്കാലം നീ എന്ത് അപേക്ഷയുമായിട്ടാണ് നിന്റെ ഹൃദയത്തെ ദൈവസനെ പകരുവാനായിട്ട് ഇടയായി തീരുന്നത്, അതിന്റെ മറുപടി തന്ന് നിന്നെ സാക്ഷ്യമായി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സമയമത്രേ. ഹല്ലേലൂയ. അലക്ഷ്യമാക്കി കളയരുതേ. ലോകം എന്തോ പറഞ്ഞുകൊള്ളട്ടെ, നിന്റെ കൂടെയുള്ളവർ എന്തോ പറഞ്ഞുകൊള്ളട്ടെ, നിന്റെ വിടുതന്റെ ടൈം അത്രേ. ഈ പകൽക്കാലം നീ നിന്റെ ഹൃദയത്തെ ദൈവസനിൽ ഒന്ന് പകരുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തോത്ര, നിന്റെ ജീവിതത്തിനകത്ത് ഒരു സാക്ഷ്യം ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ രണ്ടു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഹല്ലേലൂയ മറിയ ദൈവസനി കരയുവാനായിട്ട് ഇടയായിത്തീർന്നു, കർത്താവിനെ കാണുന്നതിന് വേണ്ടി. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഹന്ന കരഞ്ഞു, ഹൃദയത്തെ ദൈവസനി പകരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൾ ദൈവസനി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിനകത്ത് വലിയൊരു സാക്ഷ്യം ഉളവായി. പത്രോസും മറ്റേ ശിഷ്യനും ഒന്നും കാണാതെ കല്ലറയിൽ നിന്ന് ഓടിപ്പോയപ്പോ അവരോട് ചെന്ന് പറയുവാൻ മറിയയ്ക്ക് ഒരു സാക്ഷി കൊടുത്തു, കർത്താവിനെ കണ്ടു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, വ്യസനം കൊണ്ട് ദൈവസനി ഹൃദയത്തെ പകർന്ന ഹന്നെ പരിഹസിച്ച പുരോഹിതന്റെ മുമ്പിൽ വന്ന് നിന്ന്, ഇതിനു വേണ്ടി ഞാൻ കരഞ്ഞു, ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഇതിനു വേണ്ടി ഞാൻ അപേക്ഷിച്ചു, ഇതാ മറുപടി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതേ സ്തോത്രം. ഒന്നും കാണാതെ ഓടിപ്പോയി ശിഷ്യന്മാരുടെ നടുവിൽ പറയുവാൻ ഒരു സാക്ഷി കൊടുത്തു. പരിഹസിച്ച ഏലി പുരോഹിതന്റെ നടുവിൽ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് ഇതാണ് വേണ്ടി ഞാൻ കരഞ്ഞു എന്ന് പറയുവാൻ ഒരു സാക്ഷി കൊടുത്തുവെങ്കിൽ നിന്നെ നിന്ദിക്കുന്നവർ കാണുമായിരിക്കാം, അല്ലെ നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ നിന്നെ വിട്ടിട്ട് പോയ അനുഭവങ്ങൾ കാണുമായിരിക്കാം. പ്രിയ ദൈവ പൈതലേ, നീ ഒറ്റയ്ക്കിരുന്ന് ദൈവസ്വനെ കരയുന്ന വ്യക്തിയാണോ? ഒറ്റയ്ക്കിരുന്ന് ഹൃദയത്തെ ദൈവസ്വനെ പകരുന്ന വ്യക്തിയാണോ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒറ്റയ്ക്കിരുന്ന് നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരത്തിനകത്തിരുന്നു കൊണ്ട് ചില അപേക്ഷകളെ കർത്താവിന്റെ സന്നിധി പകരുന്ന വ്യക്തിയാണോ? നിനക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവിന്റെ കരം ചലിക്ക്, നിനക്കൊരു സാക്ഷ്യം തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ.
ഇവിടെ രണ്ടിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ 20-ാം അധ്യായം തീരുന്നതിന് മുമ്പേ മറിയയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് കൊടുത്തു. ഇവിടെ 1-ാം അധ്യായം തീരുന്നതിന് മുമ്പേ ഹന്നയ്ക്ക് ഒരു സാക്ഷ്യം കൊടുത്തു. അതെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ 2025 ആരംഭ മാസത്തെ നീ ചില വിഷയത്തിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് സമയം വേർതിരിച്ച് കരയുന്നുണ്ടായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. 2025 തീരുന്നതിന് മുമ്പേ ഹല്ലേലൂയ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, ചില സാക്ഷികൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തമ്പുരാൻ ഉളവാക്കും. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തെ ഇതിനു വേണ്ടി ഞാൻ പ്രാരംഭത്തിൽ കരഞ്ഞു, ഇതിനു വേണ്ടി ഞാൻ ഹൃദയത്തെ ദൈവസ്ഥനെ പറഞ്ഞു, ഇതാ അതിന്റെ മറുപടി എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ചിലത് തരും. ഒരധ്യായത്തിനകത്ത് ഹല്ലേലൂയ കരച്ചിലും പ്രാർത്ഥനയും സമർപ്പണവും അതേപോലെ സാക്ഷ്യവും എഴുതി ചേർക്കുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ ഈ 2025 കരച്ചിലും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ സാക്ഷ്യവും ഈ വർഷത്തിൽ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് ഉളവാക്കും. നീ ഏത് വാഗൊണ്ട് കരയുവാനായിട്ട് ഇടയായി തീർന്നു, ഏത് കണ്ണുകൊണ്ട് നീ കരയുവാനായിട്ട് ഇടയായി തീർന്നു, ആ കണ്ണുകൊണ്ട് തന്നെ ഹല്ലേലൂയ ചില മറുപടികൾ കാണത്തക്ക രീതിയിൽ, ചില സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതിയിൽ കർത്താവിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ പ്രിയ ദൈവവൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, കരയുന്ന നിന്റെ ജീവിതത്തിനകത്ത് ചില ദൗത്യങ്ങൾ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്നെ കരയിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ട് എങ്കിൽ സ്തോത്രം, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം ഹല്ലേലൂയ, അവിടെ കാണുവാൻ സാധിക്കും ചില ദൗത്യങ്ങൾ നിന്റെ മേൽ വരുന്നതിന് മുന്നോടിയായിട്ട് നിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കുള്ള ചില കരച്ചിലുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയത്തിന്. നിന്റെ ജീവിതത്തിനകത്ത് ചില കരച്ചിന്റെ അനുഭവങ്ങൾ പരിശുദ്ധാത്മ നിന്റെ മേൽ പ്രേരണ തരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്തുകൊള്ളുക, ചിലത് നിന്റെ മേൽ ഏൽപ്പിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ആരുടെ മേൽ ഏൽപ്പിക്കപ്പെടാത്ത, ആരുടെ മേൽ കൈമാറപ്പെടാത്ത കർത്താവിന്റെ ഉള്ളിലിരിക്കുന്നത് അടുത്ത കർത്താവിന്റെ പ്ലാനിങ്. ഹല്ലേലൂയ. ഓ റാസിക്കാലേ, ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ കരയുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ ഉള്ളിലിരിക്കുന്ന ചില ആഗ്രഹങ്ങളെ ഹല്ലേലൂയ, കർത്താവിന്റെ പ്ലാനിങ്ങളെ, ആരോട് പറയാത്ത ചില പ്ലാനിങ്ങളെ ഒറ്റയ്ക്കിരുന്ന കരയുന്ന നിന്റെ മേൽ കർത്താവ് പകരും. ഹല്ലേലൂയ. നീ ചെന്ന് പറ, ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു, ഞാൻ ഇന്നത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ചില നിയോഗങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, ആർക്കും ഏൽപ്പിക്കാത്ത, ആർക്കും കൈമാറാത്ത ചിലത് നിന്റെ മേൽ കർത്താവ് പകരും. സ്തോത്രം. കർത്താവ് അടുത്ത പദ്ധതികളെ നിന്നോട് അറിയിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, യാചിപ്പിൻ എന്ന ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. അങ്ങനെ ദൈവസനെ പ്രിയ ദൈവ പൈതലേ, 2025 ആരംഭത്തെ ദൈവത്തിന്റെ സനിൽ ഒന്ന് യാചിക്കുവാൻ കഴിയുമോ, ഒന്ന് അന്വേഷിക്കുവാൻ കഴിയുമോ, മുട്ടുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവം നിന്റെ ജീവിതത്തിൽ മറുപടി തരുവാനായിട്ട് ഇടയത്തില്ല. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. നാം എന്താ കണ്ണുനീരോട് അപേക്ഷിക്കുന്നുവോ ആ അപേക്ഷയെ തിരസ്കരിച്ച് കളയാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നിന്റെ ഒറ്റയ്ക്കുള്ള കരച്ചിലും പ്രാർത്ഥനയും വൃതമായി തീരുകയല്ല. നിന്റെ ഒറ്റയ്ക്കുള്ള കരച്ചിലും പ്രാർത്ഥനയും ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് സാക്ഷ്യങ്ങൾ വെളിവാക്കുന്ന ഒന്നത്രേ. നിന്റെ ജീവിതത്തിനകത്ത് ആർക്കും പറയാൻ കഴിയാത്ത ചില സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ നിന്റെ വായിൽ നിന്ന് പറയത്തക്ക രീതി കർത്താവ് നിന്റെ മേൽ തരുവാനായിട്ട് ഇടയെത്തില്ല. അങ്ങനെ 2025 ആരംഭത്തെ നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് 2025 തീരുന്നതിന് മുമ്പേ നിന്റെ കരത്തിൽ ദൈവം മറുപടി തരാ. നിന്റെ കണ്ടുകൊണ്ട് കണ്ടു എന്ന് ചിലടത്ത് നിന്ന് സാക്ഷ്യം പറയത്തക്ക രീതി ഈ ചാപ്റ്ററിനകത്ത് തന്നെ 2025 ചാപ്റ്ററിനകത്ത് തന്നെ ദൈവം അത് ചെയ്ത് ചേർക്കുവാനായിട്ട് ഇടയെത്തിനോ. അതിനായി കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തെ ചരിത്രങ്ങളെ ദൈവം തമ്പുരാൻ മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇവരുടെ ചരിത്രങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ.
ഹന്നയുടെ ചരിത്രത്തെ ദൈവം മാറ്റിക്കൊടുത്തതുപോലെ മറിയയുടെ ചരിത്രത്തെ ദൈവം മാറ്റി. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ചില ചലനങ്ങൾ സംഭവിക്കട്ടെ, ചില സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. 2025 ആരംഭത്തിൽ അവർ കരഞ്ഞ, അവർ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് 2025 തീരുന്നതിന് മുമ്പായി തന്നെ മറുപടിയുടെ സാക്ഷ്യങ്ങൾ ഇവരെ കണ്ണുകൊണ്ട് കാണുക, ഇവരെ കരത്തിൽ അനുഭവിക്കുവാൻ ഇതാകുന്നു മറുപടി എന്ന് പറയത്തക്ക രീതിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ സാക്ഷ്യങ്ങൾ വെളിപ്പെടട്ടെ. അതിന്റെ ചലനങ്ങൾ ഈ പകൽക്കാലം മുതൽ ചലിക്കട്ടെ. കർത്താവേ, ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ ജനത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നതിനായി സ്തോത്രം. നിരാശപ്പെടാതെ, അധൈര്യപ്പെട്ടു പോകാതെ ഉറപ്പുള്ളവരായിരിക്കാൻ ദൈവം ഇടയാക്കുക. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.